രണ്ടാം ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന കണ്ണൂർ ഉൾപ്പെടെയുള്ള 7 ജില്ലകളിൽ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് 6 മണിയോടെയാണ് പൂർത്തിയായത്. രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ 6 മണിക്ക് ക്യൂവിലുണ്ടായിരുന്നവർക്ക് ടോക്കൺ നൽകി അവർക്ക് കൂടി വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിരുന്നു. വളരെ സമാധാനപരമായി തന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. മുൻ തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ ചെറിയ ചില വാക്കുതർക്കങ്ങളും അങ്ങനെയുള്ള ചില സംഭവങ്ങളല്ലാതെ മറ്റ് വലിയ തരത്തിലുള്ള അക്രമങ്ങളോ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഈ കൂത്തുപറമ്പ് മേഖലയിൽ നിന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വളരെ സമാധാനപരമായി തന്നെ രാവിലെ മുതൽ ഈ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെ സമാധാനപരമായി തന്നെ വോട്ടെടുപ്പ് നടത്താൻ സാധിച്ചു. അതായത് പോലീസ് നേരത്തെ തന്നെ ഒരുക്കിയ കർശന സുരക്ഷയുടെ കൂടി ഒരു വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം മുൻകൂട്ടി കൃത്യമായി അതായത് അനിഷ്ട സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായ ആസൂത്രണത്തോടെ പോലീസ് നീങ്ങിയിരുന്നു. അത്തരത്തിൽ വലിയ പഴുതടച്ച സുരക്ഷയൊക്കെ ഒരുക്കിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളോ ഒന്നുമില്ലാതെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനായി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ വോട്ടിംഗ് മെഷീനുകളുമായി ബന്ധപ്പെട്ട് മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടാകുന്ന പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് വോട്ടിംഗ് മെഷീൻ പണിമുടക്കുന്ന തരത്തിലും അതുകൊണ്ട് വോട്ടിംഗ് വൈകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അതും പൊതുവെ കുറവായിരുന്നു എന്ന് പറയാം. ചുരുക്കം ചിലയിടങ്ങളിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ അത് ഇടപെട്ട് കൃത്യമായി ആ സമയത്ത് തന്നെ പരിഹരിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ക്രമസമാധാനത്തിന്റെ കാര്യം പറയുമ്പോഴും. കാരണം എന്തെങ്കിലും ചെറിയ വാക്കുതർക്കങ്ങൾ ഒരു സംഘർഷത്തിലേക്കോ മറ്റോ പോകാനുള്ള സാധ്യത ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ പോലീസ് കൃത്യമായി ആ സമയം തന്നെ ഇടപെട്ട് അത് തടയാൻ ആവശ്യമായ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിജയകരമായ രീതിയിൽ തന്നെ അതായത് പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഒക്കെ കൃത്യമായ ആസൂത്രണം നേരത്തെ നടത്തിയ ആസൂത്രണം വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. വോട്ടെടുപ്പ് പൂർത്തിയാക്കി. ഇനി ഈ അതത് നേരത്തെ കൂത്തുപറമ്പ് മേഖലയിലെ കാര്യം പറയുകയാണെങ്കിൽ ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്ത അതേ സ്ഥലങ്ങളിൽ തന്നെയാണ് ഈ വോട്ടിംഗ് മെഷീനുകൾ വോട്ടെടുപ്പ് പൂർത്തിയാക്കി വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുക. കൂത്തുപറമ്പ് നഗരസഭയുടെ വോട്ടിംഗ് മെഷീനുകൾ നഗരസഭയിലെ ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീനുകൾ കൂത്തുപറമ്പ് നിർമ്മലഗിരി റാണിജി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കുക. അതുപോലെ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 6 പഞ്ചായത്തുകളുടെ വോട്ടിംഗ് മെഷീനുകൾ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലെ സ്ട്രോങ് റൂമിലുമാണ് സൂക്ഷിക്കുക. ഈ ജനം എന്ത് വിധി എഴുതി എന്നറിയാൻ നമുക്ക് ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അതായത് മറ്റന്നാൾ 13-ാം തീയതി രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ഈ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന ആ അതത് കേന്ദ്രങ്ങളിൽ തന്നെയാണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണൽ നടക്കുക. 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ഏതാണ്ട് ഒരു ഉച്ചയോടെ തന്നെ എല്ലാ ഫലങ്ങളും വന്നു തുടങ്ങും. അതിനുശേഷം ആഹ്ലാദ പ്രകടനങ്ങളും മറ്റും നടക്കും. അതും സംഘർഷമില്ലാതെ വളരെ സമാധാനപരമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന പ്രക്രിയയും പൂർത്തിയാക്കാൻ ആകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് പോലീസും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും. ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനോടൊപ്പം സൂര്യനാവളൂർ, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.